Hi students, welcome to LM Think. Today we are going to do the exercise questions of page 231 of chapter 9 Geometry and Algebra. Geometry and Algebra എന്ന പാഠഭാഗത്തിലെ പേജ് 231 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 1, 2 and 2, 4. For points on this line with the consecutive natural numbers 3, 4, 5 as the x coordinate, what is the sequence of y coordinate? ഇതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായോ? അതായത് 1, 2, 2, 4 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന ലൈനില്, അതായത് ഞാൻ ആദ്യം ലൈൻ വരയ്ക്കാം. 1, 2, 2, 4. ഫോർ ദ പോയിന്റ്സ് ഓൺ ദി ഈ ലൈനിൽ തന്നെ പോയിന്റുകളുടെ എക്സ് കോർഡിനേറ്റ് 3, 4, 5 എന്നിവയായാൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അതാണ് ചോദ്യം. ഈ ലൈനിന് നമുക്കൊരു പേര് കൊടുക്കാം, എ ബി. ആദ്യം നമുക്ക് ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് ഓഫ് എ ബി. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, 4 minus 2 by 2 minus 1, that is 2 by 1 equals, equals 2. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കണം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് എടുക്കാം, പി. അതിൻ്റെ കോർഡിനേറ്റ്സ് പി. ഇതിൻ്റെ അകത്ത കോർഡിനേറ്റ് എക്സ് എന്നും വൈ എന്നും എടുക്കാം. ഇതിൻ്റെ അകത്ത കോർഡിനേറ്റ് എക്സും വൈ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏതൊരു ബിന്ദു എടുത്താലും ആ ലൈനിലെ ആ ബിന്ദു ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് തുല്യമായിരിക്കും. എ പിയുടെ സ്ലോപ്പും എ ബിയുടെ സ്ലോപ്പും പി ബിയുടെ സ്ലോപ്പും എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് എ പി കാണാം. സ്ലോപ്പ് ഓഫ് എ പി ഇത് നമുക്ക് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നുള്ള രീതിയിൽ ചെയ്യാം. y മൈനസ് 2 ബൈ x മൈനസ് 1. ഇതിന്റെ സ്ലോപ്പ് എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട്? എ ബിയുടെ സ്ലോപ്പ് എ പിയുടെ സ്ലോപ്പ് എല്ലാം തുല്യമായതുകൊണ്ട് നമുക്ക് ഇതിനെ സമം 2 എന്ന് കൊടുക്കാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം, ഇക്വേഷൻ കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടും നോക്കാം. 2 into or y minus 2 equals 2 into x minus 1 implies, means gives y minus 2 equals, opening the bracket, 2 into x 2x, 2 into minus 1 minus 2, minus 2 equals 2x minus 2. ഇങ്ങോട്ട് മേളോട്ട് എഴുതിയതേ ഉള്ളൂ. 2x മൈനസ് വൈ ഈക്വൽസ് മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0. ഈ മൈനസ് 2 എപ്പുറത്ത് കൊണ്ടുവന്നു. 2x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇനി ഇതിൻ്റെ അകത്ത് എക്സിന് 3 ആയാൽ എത്ര കിട്ടും? 4 ആയാലും 5 ആയാൽ എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇക്വേഷനില് എക്സിന് 2 കൊടുക്കും. 2 അല്ലല്ലേ ചോദ്യത്തില് 3, 4, 5 ആ. എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പൊ 2 into 3 6 minus y is equal to 0. Therefore y is equal to 6. അതായത് എക്സിന്റെ ഡബിൾ ആണ് എന്താണ് വരുന്നത്? y. y is equal to 2x. ഈ ഇക്വേഷൻ ഇങ്ങനെയും നമുക്ക് എഴുതാം, y is equal to 2x. അപ്പം എക്സ് 3 ആകുമ്പോൾ 6, എക്സ് 4 ആകുമ്പോൾ എത്ര? y എത്ര? 8. എക്സ് 5 ആകുമ്പോഴോ? 5 ആകുമ്പോൾ y is equal to 10. അപ്പം നമുക്ക് 3, 4, 5 വരുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയെന്ന് കിട്ടി? y കോർഡിനേറ്റ് എന്തൊക്കെയാണ്? y കോർഡിനേറ്റ്സ് 6,
8 and 10. Y coordinates 6, 8 and 10. വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. Find the equation of the line joining -1, 3 and 2, 5. Prove that the point, if the point xy is on this line, so this point x plus 3 and y plus 2. ചോദ്യം മനസ്സിലായോ? അതായത് -1, 3 എന്ന് കൊടുക്കാം, 2, 5 ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ ലൈനിന്റെ സമവാക്യം കണ്ടുപിടിക്കുക. ഈ എക്സ് വൈ ഈ ലൈനിലെ ഒരു പോയിന്റ് ആണെങ്കിൽ, എക്സ് വൈ ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ്, ഒരു ബിന്ദു ആണെങ്കിൽ എക്സ് പ്ലസ് 3 വൈ പ്ലസ് 2 ആ ലൈനിലെ തന്നെ ബിന്ദു ആയിരിക്കുമെന്ന് തെളിയിക്കുക. മനസ്സിലായല്ലോ ചോദ്യം? എക്സും വൈയും, എക്സ് വൈ ഈ ലൈനിലെ ഈ രേഖയിലെ ഒരു ബിന്ദു ആണെങ്കിൽ എക്സ് പ്ലസ് 3 വൈ പ്ലസ് 2 ഇതും ഈ രേഖയിലെ ഒരു ബിന്ദു ആണെന്ന് തെളിയിക്കുക. ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിക്കാം അല്ലേ? സ്ലോപ്പ് ഓഫ് എ ബി. സ്ലോപ്പ് ഓഫ് എ ബി എത്ര? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ എത്ര കിട്ടും നമുക്ക്? ഇതൊക്കെ 5 മൈനസ് 3 by 2 minus -1, that is 2 by 3 എന്ന് കിട്ടും. 2 by 3 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് എ, if xy is a point on this line, if xy is a point on this line, pxy slope of slope of AP is equal to slope of AP is equal to 3 minus 1 by 3 minus or y minus 3 by x minus -1, that is y minus 3 by x plus 1. ഇതിന്റെ സ്ലോപ്പ് എന്ത് തന്നെ ആയിരിക്കും? 2 by 3 തന്നെ ആയിരിക്കും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3 into y minus 3 is equal to 2 into x plus 1. 3 into y minus 3 is equal to 2 into x plus 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും? 3y minus 9, 3 into y, 3y minus 9 equals 2 into x, 2x plus 1 into 2, 2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. അടുത്ത താഴെ തന്നെ എഴുതാം. ഇനി ഇതിനെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റാം. ഓക്കെ, രണ്ട് സൈഡും കിടക്കുമല്ലോ, എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരാം. 3y minus 2x minus 9 minus 2 equal to 0. ഇവിടെ നോക്കിക്കേ, 3y minus 9 minus 2x minus 9 minus 2 equal to 0. ഇവിടെ minus 2x plus 3y minus 11 equal to 0. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ 2x minus 3y plus 11 equal to 0 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x plus 3യും y plus 2യും ഈ ലൈനിലെ ഒരു ബിന്ദു ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, if x plus 3 y plus 2
is in this line, then x ന് പകരം എന്ത് കൊടുക്കണം? x plus 3 കൊടുക്കണം. 2 into x plus 3 minus 3 into y ക്ക് പകരം എന്ത് കൊടുക്കും? y plus 2 plus 11 equals 0 നമുക്ക് കിട്ടണം. 2x plus 3 2 6 minus 3y 3 into 2 minus 6 plus 11 equals 2x minus 3y 6 plus 11. ഇവിടെ നോക്കിക്കേ, പ്ലസ് 6ഉം മൈനസ് 6ഉം ക്യാൻസൽ ആവും. പിന്നെന്താണ്? പ്ലസ് 11 എന്ന് കിട്ടും. ഇതെന്താണ്? ഈക്വൽ ടു 0 നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഈക്വൽസ് 0. Therefore, we can say that x plus 3 and y plus 2 also on this line. Okay? മനസ്സിലായല്ലോ? എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. Therefore, what we can say that therefore x plus 3 y plus 2 is also a point on this line. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് വാട്ട് എവർ നമ്പർ വി ടേക്ക് ആസ് ദ പോയിന്റ് x to x plus 3 is a point on the line joining -1 1 2 7 -1 1 2 7 ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഒരു പോയിന്റ് ആണ് എക്സ് ടു എക്സ് പ്ലസ് 3 എന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് എ ബി 7 minus 1 by 2 minus -1 6 by 2 plus 1 3 equals 2. സ്ലോപ്പ് 2 എന്ന് കിട്ടും. ഇതിൻ്റെ അകത്തൊരു പോയിന്റ് എടുക്കുക. എപ്പോഴും ചെയ്യുന്നതാണ്. നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കണം. എക്സ് വൈ ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. സ്ലോപ്പ് ഓഫ് എ പി y minus 1 by x minus -1 is equal to 2. Y minus 1 by x plus 1 is equal to 2. Implies cross multiply there. Y minus 1 is equal to 2 into x plus 1. Y is equal to, open the bracket, 2x plus 2. ഈ വണ്ണിയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പം എന്ത് കിട്ടും? 2x plus 3 എന്ന് കിട്ടും. Y is equal to 2x plus 3. It's the equation of this line joining the points -1 2 7. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ടു എക്സ് പ്ലസ് 3 ഈ ലൈനിലെ ഒരു പോയിന്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? ഇതിന് ചോദ്യം വായിക്കുകയാണ്. നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ സ്ലോപ്പ് ഓഫ് line joining -1 1 and x to x plus 3 ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, is equal to difference in y coordinate by difference in x coordinate x minus -1 equals 2x plus 2 by x plus 1. 2x plus 2 by x plus 1 എത്രയാണ്? ഇതാ നോക്കിക്കേ, 2x plus 2 by x plus 1 is equal to, take 2 common factor, x plus 1 bracket by x plus 1. നോക്കിക്കേ, എന്ത് കിട്ടും? 2 എന്ന് സ്ലോപ്പ് കിട്ടും. നേരത്തെ സ്ലോപ്പ് എത്രയായിരുന്നു? 2 ആയിരുന്നു, അല്ലേ? ഇനി നമുക്ക് ഈ പോയിന്റും കൂടെ നോക്കാം.
slope of line joining 2, 7 and x to x plus 3. Okay. Slope of line joining 2, 7 and x to x plus 3. Okay. Difference in y coordinate by difference in x coordinate. That is 2x plus 3 minus 7 by x minus 2. Okay. 2, 7 alle. 2, 7 equals 2x minus 4 by x minus 2. Within the 2 common factor എടുക്കുക 2 into x minus 2 by x minus 2. x minus 2 x minus 2 കട്ടാവും നമുക്ക് എന്താ കിട്ടും സ്ലോപ്പ് 2 എന്ന് കിട്ടും. Therefore we can say that x to x plus 3 is passing through the points minus 1 to 7. Therefore x to x plus 3 passing through the points minus 1, 1 and 2, 7. ഓക്കെ, അപ്പോഴേ മൂന്നാമത്തെ ചോദ്യം തീർന്ന് മനസ്സിലായല്ലോ. വളരെ എളുപ്പമാണ്. എല്ലാത്തിനും എന്താണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ അവസാനത്തെ ആൻസറിൽ എത്തിച്ചേരുക. ഓക്കെ, ഇന്നിപ്പം 3 ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഈ 3 ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി 3 ചോദ്യം കൂടെ ഉണ്ട് ഈ എക്സസൈസിൽ ബാക്കി. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. 3 മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, ബൈ.